Dear students, welcome to Learner's World. In this video, I'm going to talk about Our Flowery Fantasy by Sumana Roy, FAUGP, MDC English, Introducing Print and Digital Narratives, First Semester, Calcutta University. Sumana Roy is an Indian author, poet, and journalist. She is currently working as an Associate Professor of English Literature in Ashok University. സുമാന റോഹി ഒരു ഇന്ത്യൻ ഓതറാണ്, പോയിറ്റാണ്, ജേർണലിസ്റ്റാണ്. അതുപോലെ കറൻ്റ്ലി വർക്ക് ചെയ്യുന്നത് ഒരു അസോസിയേറ്റ് പ്രൊഫസറായിട്ട് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ അശോക യൂണിവേഴ്സിറ്റിയിൽ. ദെൻ സമ്മറി ഓഫ് അവർ ഫ്ലവറി ഫാൻറ്റസി is an article which explores the symbolic use of floral names and themes in Kiran Rao's Lapata Ladies and drawing comparison to Maheshwara Devi's story Seed. അപ്പോൾ ഇതൊരു ആർട്ടിക്കിളാണ്. ഇതിൽ ഫ്ലോറൽ നെയിംസ്, ഫ്ലവേഴ്സിൻ്റെ നെയിംസാണ് ഇതിൽ സിംബോളിക്കായിട്ട് വന്നിട്ടുള്ളത്. ഇതിൽ നമുക്ക് ഒരുപാട് ഈ ഒരു കിരൺ റാവുവിൻ്റെ ലാപ്പട്ട ലേഡീസിൽ ഒരുപാട് ഫ്ലോറൽ നെയിംസ്, ഫ്ലവർ നെയിംസ് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ഇത് കമ്പാരിസൺ നടത്തുന്നുണ്ട് മഹേശ്വര ദേവിയുടെ സ്റ്റോറി ആയിട്ടുള്ള സീഡുമായിട്ട് കമ്പാരിസൺ നടത്തുന്നുണ്ട്. ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ഓൺ 6 May 2024. It's a critical analysis of Kiran Rao's film Lapata Ladies, which uses flower symbolism to explore themes of identity and societal expectations. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിള് ഒരു ക്രിട്ടിക്കൽ അനാലിസിസ് നടത്താണ് കിരൺ റാവുവിൻ്റെ ഫിലിമായിട്ടുള്ള ലാപ്പട്ട ലേഡീസ്. അതിൽ ഒരുപാട് ഫ്ലവർ നെയിംസ് വരുന്നുണ്ട്. അതുപോലെ ഫ്ലവർ ഒരു സിംബോളിസമായിട്ട് വരുന്നുണ്ട്. അതിലെ തീം, ഐഡൻറ്റിറ്റി, ഇതിനൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ ഫ്ലവർ ഒരു സിംബോളിസമായിട്ട് വരുന്നുണ്ട്. സുമൻ റോയ് ആർഗ്യൂസ് ദാറ്റ് കിരൺ റാവുസ് ലാപ്പട്ട ലേഡീസ് പ്രസൻറ്റ് ആൻ ഐഡിയലിസ്റ്റ് യൂട്ടോപ്യൻ വിഷൻ ഓഫ് ഇന്ത്യൻ വില്ലേജ് ലൈഫ് ഫ്രം ആൻ അർബൻ കോസ്മോപൊളിറ്റിക്കൽ പെർസ്പെക്റ്റീവ്. അപ്പോൾ സുമൻ റോയ് ആർഗ്യൂ ചെയ്യണം കിരൺ റാവുവിൻ്റെ ലാപ്പട്ട ലേഡീസ് പ്രസൻറ്റ് ചെയ്യുന്നത് ഒരു ഐഡിയലൈസ്ഡ് ആയിട്ടുള്ള ഒരു യൂട്ടോപ്യൻ വിഷൻ ഓഫ് ഇന്ത്യൻ വില്ലേജ് ലൈഫാണ്. അതായത് ഒരു അർബൻ കോസ്മോപൊളിറ്റിക്കൽ പെർസ്പെക്റ്റീവിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ഒരു ലാപ്പട്ട ലേഡീസ് പ്രസൻറ്റ് ചെയ്യുന്നത് ഒരു ഐഡിയലൈസ്ഡ് ആയിട്ടുള്ള യൂട്ടോപ്യൻ വിഷൻ ഓഫ് ഇന്ത്യൻ വില്ലേജ് ലൈഫാണ്. ദ സ്റ്റോറി ഫോളോസ് ദ മിക്സപ്പ് ഓഫ് ടു ന്യൂലി ബ്രൈഡ്സ്, ഫൂൽ ആൻഡ് പുഷ്പ, whose names both mean flower, highlighting the connection between names and the essence of life and growth. അപ്പോൾ ഇതിൽ സ്റ്റോറി എന്ന് പറയുന്നത് ഒരു പുതിയതായിട്ട് കല്യാണം കഴിഞ്ഞിട്ടുള്ള ടു ബ്രൈഡ്സ്, ഫൂൽ ആൻഡ് പുഷ്പയാണ് അവരുടെ പേര്. ഇവരുടെ രണ്ട് ആളുടെ പേരിൻ്റെയും മീനിങ് എന്ന് പറയുന്നത് ഫ്ലവർ എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ ആ ഒരു നെയിംസിലുള്ള കണക്ഷൻ ഇതിൽ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ എസൻസ് ഓഫ് ലൈഫ് ആൻഡ് ഗ്രോത്ത്, ഇതൊക്കെയാണ് അതിൽ ഹൈലൈറ്റ് ചെയ്യുന്നത്. ദ ടു ന്യൂലി വേർഡ് ബ്രൈഡ്സ് ആർ ലോസ്റ്റ് ഇൻ ദ ട്രെയിൻ. ദ മിസ്റ്റേക്ക് ഈസ് ഡിസ്കവേർഡ് ഓൺലി വെൻ എ ബ്രൈഡ് ലിഫ്റ്റ് ഹർ വെയിൽ ടു റിവീൽ ഹർ ഫേസ് ആൻഡ് ഹസ്ബൻഡ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് ഷോക്ക് സൈസ് ദിസ് ഇസ് നോട്ട് ഫൂൾ. ദീപക്സ് ബ്രൈഡ്സ് നെയിം ഈസ് ഫൂൾ മീൻസ് ഫ്ലവർ. അപ്പോൾ ഇത് ഈ രണ്ട് ബ്രൈഡ്സ് മാറിപ്പോവുകയാണ്. അതായത് അവർ ട്രെയിനിൽ വെച്ചിട്ട് അവർ ലോസ്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മിസ്റ്റേക്ക് മനസ്സിലായത് ഒരു ബ്രൈഡിൻ്റെ ആ ഒരു മുഖത്തിടുന്ന ആ ഒരു മൂടുപടം നീക്കം ചെയ്യുന്ന സമയത്ത്, അത് പൊന്തിക്കുന്ന സമയത്താണ്, ലിഫ്റ്റ് ചെയ്യുന്ന സമയത്താണ് ഇതല്ല ബ്രൈഡ് എന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഹസ്ബൻഡ് വളരെയധികം ഷോക്കാവുന്നുണ്ട്. ഹസ്ബൻഡ് പറയുന്നുണ്ട് ഇതെൻ്റെ ഫൂലല്ല, ഫൂലാണ് ഒരു ബ്രൈഡിൻ്റെ നെയിം. ഫൂൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ഫ്ലവർ എന്നുള്ളതാണ്. Deepak's bride's name is Fool, means flower. This bride who is mistakenly been brought to this village says that her name is Pushpa, means flower. അപ്പോൾ മറ്റേ ഒരു ബ്രൈഡിൻ്റെ പേരാണ് പുഷ്പ, അവളുടെ മീനിങ് എന്ന് പറയുന്നത് ഫ്ലവറാണ്. Fool unable to remember the name of her husband's village. അപ്പോൾ ഫൂലിന് തന്നെ ഹസ്ബൻഡിൻ്റെ വില്ലേജ് നെയിം റിമെമ്പർ ചെയ്യാൻ കഴിയുന്നില്ല. ഹർ ന്യൂ കമ്പാനിയൻസ് അറ്റ് ദ റെയിൽവേ സ്റ്റേഷൻ സപ്ലൈ ഹർ വിത്ത് നെയിംസ് ഓഫ് ഫ്ലവേഴ്സ്. അപ്പോൾ ആ ഒരു പേര് റിമെമ്പർ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുത്തെ ന്യൂ കമ്പാനിയൻസ് അവളെ ഹെൽപ്പ് ചെയ്യണം ഫൂലിനെ. അതായത് ഒരുപാട് ഫ്ലവർ നെയിംസ് പറഞ്ഞുകൊണ്ടാണ്, അതായത് ഒരു ഫ്ലവറിൻ്റെ പേരാണ് ഹസ്ബൻഡിൻ്റെ വില്ലേജ് നെയിം എന്ന് അവൾക്കറിയാം, പക്ഷെ എന്താണെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെ ഫ്ലവർ നെയിംസ് പറഞ്ഞിട്ട് അവളെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഫൈനലി ഡിസ്കവേർഡ് ദാറ്റ് ദ നെയിം ഓഫ് ദ വില്ലേജ് ഇസ് സുരാജ്മുഖിയാണ് ആ ഒരു വില്ലേജിൻ്റെ നെയിം. അപ്പോൾ ഈ ഒരു മൂവിയിൽ എവിടെ നോക്കിയാലും നമുക്ക് ഫ്ലോറൽ ഫാൻറ്റസി എന്നാണ് പറയുന്നത്. ഫ്ലവർ ഒരു സിമ്പിളായിട്ട്
വരുന്നുണ്ട് എല്ലാ ഭാഗത്തും. അതായത് നെയിംസ്, ആളുകളുടെ നെയിംസ്, അതുപോലെ എല്ലാത്തിനും ഫ്ലവർ, അവർ സഞ്ചരിക്കുന്ന ഒരു ബസ്, ഇതിനൊക്കെ ഒരു ഫ്ലവർ നെയിംസാണ് വന്നിട്ടുള്ളത്. Maheshwara Devi short story. Say deals with the harsh realities and organic farming rooted in violence and exploitation. എന്നാൽ നമ്മൾ മഹേശ്വര ദേവിയുടെ ഷോർട്ട് സ്റ്റോറി സീഡ് എടുക്കുകയാണെങ്കിൽ അതിൽ ഹാർഷ് റിയാലിറ്റീസ് ആണ് കാണിക്കുന്നത്. അതായത് ഓർഗാനിക് ഫാമിങ് റൂട്ടഡ് ആയിട്ടുള്ളത്, അതുപോലെ വയലൻസ്, അതായത് ഓർഗാനിക് ഫാമിങ് റൂട്ടഡ് ഇൻ വയലൻസ് ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ, വയലൻസിലും എക്സ്പ്ലോയിറ്റേഷനിലും ഒക്കെ റൂട്ടഡ് ആയിട്ടുള്ള ഓർഗാനിക് ഫാമിങ്, ഇതൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സീഡ് സെറ്റ് ഇൻ കുരുഡ വില്ലേജ് അറൗണ്ട് ടൈം ഓഫ് എമർജൻസി വർ ലാൻഡ് ലോഡ്സ് കുഡ് കിൽ ഫാം വർക്കേഴ്സ് വിത്തൗട്ട് വറിയിങ് അബൌട്ട് പണിഷ്മെൻറ്റ്. സീഡ് സെറ്റ് ചെയ്തിരിക്കുന്നത് കുരുഡ വില്ലേജിലാണ്. ആ ഒരു എമർജൻസിൻ്റെ ആ ഒരു ടൈമിലൊക്കെ ലാൻഡ് ലോഡ്സ്, ഭൂവുടമകൾ എന്ത് ചെയ്യും, ഫാം വർക്കേഴ്സിനൊക്കെ കില്ല് ചെയ്യും. അവർ അതിൻ്റെ പണിഷ്മെൻ്റ് ഒന്നിനെ കുറിച്ചിട്ടൊന്നും വറീഡ് ആവാതെ അവരെല്ലാം കില്ല് ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ഹാർഷ് റിയാലിറ്റി, ഒരു ക്രൂവൽറ്റിയാണ് ഈ ഒരു മഹേശ്വര ദേവിയുടെ ഈ ഒരു സ്റ്റോറിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിൽ ഒരിക്കലും ഒരു ഫ്ലവർ നെയിംസ് നമുക്ക് ഇതിൽ കാണാൻ കഴിയില്ല. മഹേശ്വര ദേവീസ് വില്ലേജ് ഇസ് ഹാർഷ് ആൻഡ് ബ്രൂട്ടൽ. In contrast to the fictional world of Kiran Rao's film, Roy argues Seed is set during the emergency, depicting social injustice and violence. അതായത് നമ്മൾ കിരൺ റാവുവിൻ്റെ ഫിലിമുമായിട്ട് കമ്പാരിസൺ നടത്തുകയാണെങ്കിൽ മഹേശ്വര ദേവിയുടെ സീഡ് എന്ന് പറയുന്നത് ഒരു ഹാർഷ് റിയാലിറ്റീസാണ്. അതായത് വയലൻസിലൂടെയും എക്സ്പ്ലോയിറ്റേഷനിലൂടെയൊക്കെ റൂട്ടഡ് ആയിട്ടുള്ള നമുക്ക് ഫാമിംഗ് നമുക്ക് കാണാൻ കഴിയും, ഓർഗാനിക് ഫാമിംഗ് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ എമർജൻസി ടൈമിൽ ആണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ നമുക്ക് ഫാം വർക്കേഴ്സിനൊക്കെ ലാൻഡ് ലോഡ്സ് കില്ല് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇൻജസ്റ്റിസും വയലൻസ്, സോഷ്യൽ ഇൻജസ്റ്റിസും വയലൻസും ഒക്കെയാണ് ഈ ഒരു സ്റ്റോറിയിൽ, മഹേശ്വര ദേവിയുടെ സ്റ്റോറി ആയിട്ടുള്ള സീഡിൽ ഡെപിക്റ്റ് ചെയ്തിരിക്കുന്നത്.